പാവം ഇതാരിവിടെ കൊണ്ടുവച്ചു. സ്പ്രേ. ഓ, ഈ സ്പ്രേക്കൊക്കെ DTS സൗണ്ട് ആണല്ലോ. അല്ലേ വേണ്ട, അവിടെ ചെന്നിട്ട് അടിക്കാം. ഭാഗ്യം, എല്ലാരും ഉറങ്ങി. ശിവന്മാർ കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലോ, ഒന്നും അറിയണ്ട. 104 എല്ലാം ക്ലിയർ. ജീവ എന്താടാ? എടാ മനുസാർ വന്ന് താക്കോൽ എടുത്തോണ്ട് പോയി. ഏത് താക്കോല്? എടാ 104ന്റെ താക്കോല് കൊണ്ടുപോട്ടെ. അതിന് നിനക്കെന്താ? എടാ സംഗതി കുഴയില്ലേ? എന്തു കുഴയാൻ? ഇവന്റെ കാര്യം. എന്റെ കാര്യം കുഴയാനാ? ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി. എന്തു സുനാമിയെങ്കിലും ആവട്ടെ. ഹലോ. ഹലോ, ഞാനാ മനു. റൂമിലെത്തി, വേഗം വാ. സർ വേണ്ട, എനിക്ക് പേടിയാവുന്നു. ഒന്നും പേടിക്കണ്ടെന്നേ, ഇവിടെ ഒന്നും ആരുമില്ല, എല്ലാരും ഉറക്കമായി. അല്ല, അത് പിന്നെ എന്നെ ഡിസപ്പോയിന്റഡ് ആക്കരുത് പ്ലീസ്. വരണം, വന്നേ പറ്റൂ, ഞാൻ കാത്തിരിക്കുക. മോളെ 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 രഞ്ജു, എന്തൊരു ഉറക്കം. അച്ഛനോ? അച്ഛനിപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. അത് പോട്ടെ, എന്റെ പുന്നാര മരുമോൻ എവിടെ? മനു ഇവിടെ കിടന്നിരുന്നല്ലോ. ബാത്റൂമിലോ മറ്റോ പോയി കാണും. മനുവേട്ടാ, എന്റെ മോളെ അങ്ങനെ വിളിച്ചാലൊന്നും അവൻ കേക്കില്ല. അവൻ എവിടെയുണ്ടെന്ന് ഈ അച്ഛനറിയാം. അച്ഛൻ എന്തായി പറയുന്നേ? ഓ, പാതിരാത്രിയിൽ ഭാര്യയെ മുറിക്കകത്ത് ഉറക്കി കിടത്തിയിട്ട് മുങ്ങുന്നൊരു ഭർത്താവിനാണല്ലോ മോളെ നിനക്ക് കിട്ടിയത്. നീ ഇനി ഒന്നും പറയണ്ട, എല്ലാം നേരിട്ട് കണ്ടാലേ നിനക്ക് ബോധ്യാവുള്ളൂ. വന്നേ. നോക്ക്, വെറുതെ എന്നെ ക്ഷമ പരീക്ഷിക്കരുത്. തനിക്ക് എന്താ പേടി? അതൊന്നും പറഞ്ഞാ പറ്റില്ല, വന്നേ പറ്റൂ. 5 എന്തൊക്കെയുണ്ട് അളിയാ? ബാലു എന്താ ഇവിടെ? ഞാനിവിടെ യൂറിൻ പാസ് ചെയ്യാൻ വന്നതാ. അളിയൻ എന്താ ഇവിടെ? ഞാനിവിടെ പറ എന്താ? നീ എന്തിന്റെ പുറപ്പാടാ? അളിയൻ എന്തിനുള്ള പുറപ്പാടാ? എനിക്കിവിടെ പേഴ്സണൽ ആയിട്ടൊരു കാര്യം. അളിയന് യൂറിൻ പാസ് ചെയ്യണോ? എന്താ ഒരു പുളിച്ച ചിരി? ബാലു, നീ രഞ്ജുവിനോട് പറയരുത്, കിടന്നിട്ട് ഉറക്കം. എനിക്ക് തോന്നി. അതല്ല, അവൾ അറിയാതെ രഹസ്യമായിട്ട് 2 സ്മോൾ അടിക്കാൻ വേണ്ടി വന്നു. അതിപ്പോ രഞ്ജു അറിഞ്ഞാൽ എന്താ? അളിയന്റെ സ്മോൾ അടി പരസ്യമായ ഒരു രഹസ്യമല്ലേ? സ്മോൾ വന്നു, നമുക്ക് ഒരുമിച്ചടിക്കാം. അളിയൻ വാതിൽ വേണ്ട, ഞാൻ രഞ്ജുവിനോട് പറയില്ല. അളിയൻ വാതിൽ വേണ്ട. നീ പറയും, എനിക്കറിയാം. നമുക്ക് ഒരുമിച്ച് അടിക്കണം. പിന്നെ വിളിക്കാം. പിന്നെ വാ. മോളല്ല, ബിഗ്ഗ വല്യച്ഛൻ. അമ്മാവനെപ്പോ വന്നു? ഇപ്പൊ പൊട്ടി വീണതേ ഉള്ളൂ. പെട്ടെന്നൊരു ആഗ്രഹം മരുമോനെ ശരിക്കൊന്ന് കാണണം. വരൂ, നമുക്ക് മുറിയിലേക്ക് പോവാം. ഈ 12-ാം മണിക്കൂറിൽ അവിടെ ആ മുറി ഉള്ളപ്പോൾ നിനക്ക് ഇവിടെ ഈ മുറിക്കകത്ത് എന്താ കാര്യം? അത് പിന്നെ ഏത് പിന്നെ? ആ മുറിയിലെ ബാത്റൂമിലെ ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല. ഈ മുറിയിലെ ബാത്റൂമിലെ ഫ്ലഷ് വർക്ക് ചെയ്യുന്നോണ്ടോ നോക്കാൻ വന്നാ. ഇത് നമ്മുടെ മുറിയല്ലേ? പാതിരാത്രിക്ക് നിനക്ക് എന്തിനാടാ പ്രഷർ? എന്താ ലൂസ് മോഷൻ? ഈ അമ്മാവന്റെ നീ മിണ്ടരുത്. തെണ്ടി, നിന്റെ ഈ പ്രായം കഴിഞ്ഞിട്ടാ ഞാനും ഇതുവരെ എത്തിയത്. പക്ഷെ ഇതുപോലൊരു ചെറ്റത്തരം കാണിച്ചിട്ടില്ല. കെട്ടിയ പെണ്ണിനെ ഒറ്റയ്ക്ക് മുറിക്കകത്ത് ഉറക്കി കെടുത്തിയിട്ട് നീ ഇവിടെ പമ്മി ഒന്ന് കയറുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഞാൻ മാത്രല്ല, ഇവന് ഞാൻ കണ്ടു. അമ്മാവൻ എന്തൊക്കെയായി പറയുന്നത്? പറയാ മാത്രല്ല, ഇനി പ്രവർത്തിച്ച് ഞാൻ കാണിച്ചു തരാം. രഞ്ജു, നീയെങ്കിലും ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുക. വേണ്ട, എനിക്കെല്ലാം ബോധ്യമായി. ഇത്രയും കാലം മനുവേട്ടനെ വിശ്വസിച്ച ഞാനാ വണ്ടി. എനിക്കിനൊന്നും കേൾക്കണ്ട.
രഞ്ജു, നടന്ന കാര്യങ്ങളെല്ലാം നിന്നോട് മാത്രമായി പറഞ്ഞ് ഞാൻ വേണ്ട ബോധ്യപ്പെടുത്താം. വേണ്ട വേണ്ട, നീ കുറെ കാലായി ഇവളോട് മാത്രമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. ഇപ്പൊ അവൾക്കെല്ലാം മനസ്സിലായി. രഞ്ജു, നീ ഇതിന് പിന്നെ ദുഃഖിക്കേണ്ടി വരും. ഇല്ലടാ, അവള് ദുഃഖിക്കില്ല. ഇവളെ പൊന്നുപോലെ നോക്കുന്ന നല്ല അന്തസ്സുള്ള ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട്. അവരോട് തന്നെ കണ്ടുപിടിച്ച് കെട്ടിച്ച് കൊടുക്കും ഞാനിവളെ. നീ പോടാ, വാ മോളെ. രഞ്ജു, അവളെ വിളിക്കണ്ട, അവള് വരില്ല. ആ ചാപ്റ്റർ ക്ലോസ്ഡ്. ഗുഡ് ബൈ. എന്താ സാർ, എന്തു പറ്റി? എല്ലാം കുഴപ്പമായടാ. രഞ്ജു വളരെ ഫീൽ ചെയ്താ പോയത്. വേണ്ട വേണ്ട, അകത്തോട്ട് കയറണ്ട. എനിക്ക് പറയാനുള്ളത് ഞാനത് പോണ്ടിച്ചേരിയിൽ വെച്ച് പറഞ്ഞു. നിനക്ക് പറയാനുള്ളത് നീയും പറഞ്ഞു. ഒടുവിലൊരു തീരുമാനവും. ഇനി നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് രഞ്ജുവിനെ കാണണം, അതിനാ ഞാൻ വന്നത്. രഞ്ജുണ്ടായിരുന്നല്ലോ അവിടെ, നീയും കണ്ടതല്ലേ. അവൾക്ക് പറയാനുള്ളത് അവളും പറഞ്ഞു. ബാലു നിനക്കൊല്ലും പറയാനേ പറഞ്ഞു കൊടുക്കണം. ഹലോ, എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല. നീ പോടാ എന്നെ പാട്ടിന്. അമ്മാവ തമാശ കളിക്കാനുള്ള നേരമല്ലത്. രഞ്ജുവിനെ കണ്ടിട്ടേ ഞാൻ പോവും. എനിക്ക് അവളോട് സംസാരിക്കണം. പക്ഷേ അവൾക്ക് നിന്നോട് സംസാരിക്കണ്ടെങ്കിലോ? എല്ലാം കേട്ടോണ്ട് അകത്തിരിപ്പുണ്ട്. സംസാരിക്കാനോ പറയാനുണ്ടെങ്കിൽ ഇറങ്ങി വരില്ലേ? അവള് വന്നില്ലല്ലോ. നീ ഇനി ആരെ കാണാനീ നിക്കണേ? പിന്നൊരു കാര്യം, നീ നേരെ ആഫീസിലോട്ടാണ് പോകുന്നെങ്കിൽ അവിടെ പോയിട്ട് കാര്യമില്ല. ആ കസേര ഞാൻ മാറ്റിപ്പണിയാൻ കൊടുത്തു അല്ലേടാ. പിന്നെ കമ്പനി വക കുറച്ച് പണം ബാങ്കിൽ കിടപ്പില്ലേ, അത് ഞാനങ്ങ് മരവിപ്പിച്ചു. ഇനി നിനക്ക് 5 or 10 വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ തരാട്ടോ. നിങ്ങളൊരു മനുഷ്യനാണോ? അല്ലടാ, മൃഗം. കണ്ടാ മൃഗം. എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിലും നടക്കില്ല. രഞ്ജു എന്റെ ഭാര്യയാണെങ്കിൽ അവൾ എന്നോടൊപ്പം ജീവിക്കും. അവൾ എന്റെ മോളാണെങ്കിൽ ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിക്കൂ. കാണാം. ആ കാണാം. നീ പോടാ, വാടാ. വന്നു. അടിതെറ്റി ആനയും വീഴുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ മതയാനെ പോലെ മതിച്ചടക്കുന്ന മനസ്സാറ് വീഴുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിർത്തണം. ഒരു ലാർജിൽ അടിച്ചിട്ട് നിർത്തിയേക്കാം. ശവത്തി കുത്താനാണോ താൻ ഇവിടെ വന്നിരിക്കുന്നത്? ഹായ്, അതിന് സാറ് ശവമായെന്ന് ആര് പറഞ്ഞു? യേശു ക്രിസ്തുവിനെ പോലെ ഉയർത്തെഴുന്നേക്കും മനസ്സാറ്. സോറി, അല്ലെങ്കിൽ ഞങ്ങൾ എഴുന്നേൽപ്പിക്കും. അല്ലടകിച്ചു ജീവ മതി, ഓവറാക്കണ്ട. മനസ്സാറെ, ഞാൻ ഓവർ ആയിട്ടില്ല. ഇപ്പൊ തന്നെ ഈ രാത്രിയിൽ രഞ്ജു ചേച്ചിനെ വിളിച്ചിറക്കണോ? ഞങ്ങൾ റെഡി. ഒന്ന് പോടും. ഒരു ലാർജിൽ അടിച്ചിട്ട് ഞാൻ പൊക്കോളാം. അവളെ ഒന്ന് കാണാൻ കിട്ടുന്നില്ല, പിന്നെയാ വിളിച്ചിറക്കുന്നത്. ഞാനൊന്ന് കണ്ട് സംസാരിച്ചാ മതി, എല്ലാം തീരും. പാവം പെണ്ണാവള്. എനിക്കറിയാം, എന്നെ വെറുക്കാനൊന്നും പറ്റില്ല അവക്ക്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സാറിന്റെ അമ്മാവനാണല്ലോ ഇപ്പൊ അടഞ്ഞു നിൽക്കുന്നത്. അങ്ങേരെ പാട്ടിലാക്കാനുള്ള വഴിയാണ് ഇനി ആലോചിക്കേണ്ടത്. മനുസാറിനെ കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറി അങ്ങേരെ തന്നെ പെണ്ണിനെ കയ്യിലേക്ക് പിടിച്ചിടാനുള്ള വകുപ്പുണ്ടാക്കണം. പക്ഷെ എങ്ങനെ? അത് ആലോചിക്കാമല്ലോ. വേറെ 2 ലാർജിങ് നിങ്ങൾ ഇരുന്ന് ആലോചിച്ചു. ബില്ല അല്ല കിച്ചു. മതി. 2 കഴിഞ്ഞാൽ നിർത്തി. പണച്ചാക്കുകൾ മാത്രം വരുന്ന ബാർ ഹോട്ടലാണിത്. അടിച്ച് പൂക്കൂറ്റിയായിട്ട് വരുന്നവന്റെ കയ്യിൽ പൂത്ത പണം കാണും. ഒറ്റയ്ക്ക് വരുന്നവരെ ഈ തോക്കിന്റെ മുറയിൽ നിർത്തി കയ്യിലുള്ളത് തൂത്ത് വാരിയെടുക്കണം. Come on, move. സത്യം, ഈ തോക്ക് കണ്ട കള്ളത്തോക്കാന്ന് തോന്നില്ലല്ലോ. ആ തോക്കുമ്പോ കള്ളത്തോക്കെന്ന് എഴുതി വെച്ചിട്ടുണ്ടാ. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ധൈര്യം കൈവിടരുത്. ആ ദേ ഒരുത്തം വന്നുണ്ട്. മിണ്ടിപ്പോകരുത്. നിങ്ങൾ ആരാ? അതോ ലോകം അണ്ടർവേൾഡ്. ചോദ്യങ്ങളൊന്നും ഇല്ലാത്ത വേണ്ട. മര്യാദക്ക് കൈകളോട് എടുക്കടാ. എന്റെ കയ്യിലൊന്നുമില്ല. ഒന്നുമില്ലാണോ ബാർ ഹോട്ടലിൽ വെള്ളമടിക്കാൻ വന്നത്? മര്യാദക്ക് എടുക്കടാ. 250 കുഞ്ഞിനെ. ഇതെന്തിനാ കോലുമിട്ടായി വാങ്ങാനാ? ഞങ്ങളൊരു വേലർക്കല്ലേ കുണ്ടറയിലൊരു 5 മുതലാളിനെ പട്ടാപ്പകര് തട്ടിക്കൊണ്ടുപോയി തളർത്ത് കൊന്നില്ലേ? ഞങ്ങളുടെ പടം പത്രത്തിലായിട്ട് വായിച്ചില്ലേ? വായിച്ചു. ആ അങ്ങനെ ഫ്രീ ആയിട്ട് മരിക്കണമെങ്കിൽ കൈകളൊക്കെ എടുക്കടാ. എന്റെ കയ്യിലൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? നിന്റെ കയ്യിൽ വാച്ചും മോതിരമൊക്കെ ഉണ്ട്. എടുക്കണം. ഇതുപോലത്തെ പിച്ചക്കാശ് കൊണ്ട് മേലാ ബാറോട്ടിന് മുമ്പിൽ കണ്ടുപോയത് പിടിച്ചുപറി പാഴാശാനെ. ഇനി നമുക്ക് വില കിഡ്നാപ്പിംഗ് നോക്കാം. ഹലോ, ഒന്ന് നിന്നേ. സംഗതി സക്സസ് ആയാൽ പറഞ്ഞ തുക അമ്പതിനായിരം ഉടനെ കയ്യിൽ തരും. അതിരിക്കട്ടെ, ഞങ്ങൾ ഈ നമ്പ്യാരെ തട്ടിക്കൊണ്ട് വന്നാൽ അതിൽ നിങ്ങൾക്കുള്ള ലാഭം എന്താണ്? അതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നത്? അറിഞ്ഞിരിക്കണം.
ഞങ്ങൾ തട്ടിക്കൊള്ളുന്ന ആളെ നിങ്ങൾ തട്ടിക്കളഞ്ഞ ഞങ്ങൾ സമാനം പറയണ്ടേ? അയ്യോ തട്ടിക്കളയാനൊന്നുമല്ല. ഈ നമ്പ്യാർ എന്റെ മുതലാളിയാ. ചെറിയൊരു പിണക്കത്തിൽ അയാൾ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അയാളെ ഒന്ന് സോപ്പിട്ട് എന്നോടുള്ള തെറ്റിദ്ധാരണ മാറ്റിയാൽ എനിക്ക് ജോലിയിൽ തിരിച്ചു കയറാം. നിങ്ങൾ തട്ടിക്കൊണ്ടു പോകുന്നു, ആ വിവരം ഞങ്ങളെ അറിയിക്കുന്നു. ഞങ്ങൾ വന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നു. പിന്നൊരു കാര്യം, ഈ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കുറച്ച് തല്ലൊക്കെ അത് കുഴപ്പമില്ല. ഈ തല്ല് ഞങ്ങൾക്ക് വളവാ. എല്ലാ സാറേ പിന്നെ അപ്പൊ പിന്നെ ആ പ്രശ്നം സോൾവ്. എവിടെ നിന്നാണ് തട്ടിക്കൊണ്ടു വരുന്നത്? അഡ്രസ് വിത്ത് പ്രൂഫ്? അഡ്രസ് ഒന്നും വേണ്ട, ഞങ്ങൾ കൂടെ വരികയല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്നെ തട്ടിക്കൊണ്ടു പോരെ? ഞങ്ങൾ എങ്ങനെ തട്ടിയെടുക്കാനാ? ഞങ്ങളെ അവർക്ക് പരിചയമുണ്ടല്ലോ. അപ്പൊ ഞങ്ങളെ തിരിച്ചറിയില്ലേ? അതിന് നിങ്ങളെ ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ. വീണ്ടും ഫുൾ. അത് പിന്നെ തട്ടിക്കൊണ്ടുവരാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഉറക്കമില്ലാത്തതുകൊണ്ട് രാത്രി ഉറക്ക ഗുളിക കഴിച്ചിട്ടാണ് അദ്ദേഹം കിടക്കുന്നത്. അയാൾ ഉറക്കുള്ളിയെ മിക്സ് ഗുളിയെ എന്തുവരെ കഴിച്ചോട്ടെ, പക്ഷെ ഞങ്ങൾ അയാൾക്ക് ക്ലോറോഫം കൊടുത്തിരിക്കും. ദാറ്റ് ഈസ് സത്യം ശിവം സുന്ദരം. ഓക്കെ ഓക്കെ. എന്താണ് ഇത് തന്നെ വീട്? അതെ. ഇനി നേരെ പിറകിലേക്ക് പോകാം. രണ്ടാമത്തെ നിലയിലെ പുറകിലത്തെ വാതിലിന് ഒരു കൊളുത്തുള്ളതല്ലേ പറഞ്ഞിരിക്കുന്നു. അതിലേ വേണം അകത്തേക്ക് കയറാൻ. സത്യ, ഞാൻ ഇവിടെ നിൽക്കാം, നിങ്ങൾ അങ്ങോട്ട് ചെല്ലി. എന്താ ആശിന് പേടിയാ? പേടിയാ എനിക്കാ? എന്തിന്? ഞാനല്ലേ നിങ്ങളെ പഠിപ്പിച്ചത്? അതല്ലേ പേടി. ആശാൻ മുമ്പേ നടക്കും. എനിക്ക് പഠിപ്പിച്ചേ ശീലമുള്ളൂ, ചെയ്ത ശീലമില്ല. PT ഉഷയെ ഓടാറുള്ളൂ, കോച്ച് നമ്പേരും ഓടാറില്ല. ആ ചെല്ലിയല്ലേ. ഗ്രില്ലിന് ഓട്ടയുള്ളത് കൊണ്ട് തുറക്കാം. തുറക്കണം. ബി കെയർഫുൾ, ബി കെയർഫുൾ എന്ന് മുൻചാട്ടില്ല. ആശാനെ സ്റ്റെപ്പ് വെച്ചത് നന്നായി, ഇല്ലെങ്കിൽ ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. എടാ നോക്കി പോണേ പോണേ. മുഖം മൂടി ഒന്നും വെക്കണ്ട. കൂർക്കം വലിക്കുന്നത് കേട്ടില്ലേ? ഉറക്കുള്ളി വെച്ച് കിടക്കല്ലേ? പൊക്കാം. ഇയാളെ പൊക്കുന്നതിന് മുമ്പ് ഇതിനകത്തുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റാം. അത് ബുദ്ധി. നോക്കിയ ശിവ, നോക്കണേണ്. അതല്ലടാ നോക്കിയട ഫോൺ. ഇനി നമുക്ക് ഇയാളെ പൊക്കാം. അല്ലേ ആശാനെ? ആശാനോട് പോയി ഇവിടെ പോയി ആള് ഇപ്പൊ കണ്ടേന്. മുഖം മൂടി വെക്കാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. ഭാഗ്യം. നല്ല വാച്ച്, തുടക്കം പിഴക്കില്ല. നമ്മുടെ സാറ് കല്യാണം കഴിച്ചാണ്. നല്ല മാച്ച്. നീയായിരുന്ന അയാളെ പൊക്കാൻ വന്നിട്ട് ആശാനോട് പോയി കിടക്കരുത്. എടാ, അയാളെ പൊക്കണതിന് മുമ്പ് വേറെ എന്തെങ്കിലും പൊക്കാൻ പറ്റുമോ നോക്കിയതല്ലേ. അതാണ് ഈ സുന്ദരനാശൻ. കണ്ടാടാ വാച്ച്, ഈ പെണ്ണിന്റെ. ശിവ, ഇത് നോക്കിയേ, ഇതവനല്ലേ ആ നമ്പ്യാരെ പൊക്കാൻ പറഞ്ഞവൻ? അതെ, അവൻ തന്നെ. ഈ നമ്പ്യാരവന്റെ മുതലാളിയാന്നല്ലേ പറഞ്ഞത്? ഇതിലെന്തോ കളിയുണ്ട്. എനിക്ക് പിടികിട്ടി. ഇവളവന്റെ ഭാര്യ, ആ കിളവൻ അവന്റെ അമ്മയപ്പൻ. കറക്റ്റ്. അപ്പൊ നമ്മളോട് പറഞ്ഞത് കള്ളക്കഥ. എന്തോ നമുക്ക് ഈ കളിയൊന്നും മാറ്റി കളിച്ചാൽ. എന്തിന്? നമുക്ക് ഈ കിളവനെ പൊക്കണ്ട, പകരം ഈ പെണ്ണിനെ പൊക്കാം. അതെന്തിനാ? പെണ്ണിനെ വിട്ടുകൊടുക്കണമെങ്കിൽ പറഞ്ഞുറപ്പിച്ചതിന്റെ ഇരട്ടിത്തുക നമുക്ക് ആവശ്യപ്പെടാ. അത് കളിക്ക് ഇപ്പൊ തന്നെ. എന്താ വഹിക്കണ്ട. എടാ, മണപ്പിക്കുന്ന സാധനം എടുക്കട്ടെ. മണപ്പിക്കുന്ന സാധനം. Put the mustard. Come on. കുട്ടി പേടിക്കണ്ട, ഞങ്ങൾ ഒന്നും ചെയ്യില്ല. ഞങ്ങൾ പ്രൊഫഷണൽ കിഡ്നാപ്പേഴ്സ് ആണ്. കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നാണ്.
മുതലാളി പൊക്കി കാണൂ, ഇതുവരെ വിളിച്ചില്ലല്ലോ. പൊക്കി കാണുമെന്നോ? അവന്മാരെ വൃത്തികെട്ട കളർ കണ്ട അറിഞ്ഞൂടെ പ്രൊഫഷണൽ കിഡ്നാപ്പേഴ്സ് ആണെന്ന്? പുഷ്പം പോലെ പൊക്കി കാണും. ഇനി രഞ്ജു അങ്ങനെ അറിഞ്ഞു കാണൂ? ഒരു ഈച്ച പോലെ അറിഞ്ഞു കാണില്ല. പിന്നെ സമയം കളയാതെ നമുക്ക് ഈ നമ്പ്യാസാരെ രക്ഷപ്പെടുത്താം. എടാ മണ്ടത്തരം പറയാതറ. ഇപ്പൊ നമ്മൾ അവിടെ ചെന്ന മുതലാളി സംശയിക്കും. ആദ്യം കിഡ്നാപ്പേഴ്സിന്റെ ശബ്ദത്തിൽ രഞ്ജു ചേച്ചിയെ വിളിച്ച് മുതലാളിയെ പൊക്കിയ കാര്യം പറയണം. അന്തം വിടുന്ന രഞ്ജു ചേച്ചി ഉടനെ മനുസാറിനെ വിളിക്കും. എന്നിട്ട് വേണം നമ്മൾ പോയി രക്ഷപ്പെടുത്താൻ. കറക്റ്റ്. ഏതായാലും ചേച്ചി ഒന്ന് വിളിച്ചു നോക്കി. വിളിക്ക്. ഹലോ. അയ്യോ, എന്താ സാർ? അമ്മാവനാ? അപ്പൊ അമ്മ പൊക്കിയില്ല. അതെന്താ പൊക്കാത്ത? പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. ഇനി അവിടെ പവർ കട്ടായിരിക്കോ? ഉണ്ടായിരിക്കടാ. ഞാൻ നിരപരാധി. AK നമ്പ്യാർ ഇതായിരുന്നു. അയ്യോ അമ്മാവൻ ഇങ്ങോട്ട് വിളിക്കുന്നു. അപ്പൊ പൊക്കി. നിന്നെ കൊല്ലും. ഇനി നമ്മുടെ പ്ലാനൊക്കെ അറിഞ്ഞു കാണുമോ? ഏതായാലും സാറിന് സംസാരിച്ചു നോക്ക്. ഹലോ, സത്യൻ ശിവൻ സുന്ദരൻ. ഇത് കിഡ്നാപ്പേഴ്സാ. അവന്മാർക്ക് അങ്ങനെ അമ്മാവന്റെ ഫോൺ കിട്ടി. ഇനി അമ്മാവന് വരും ഫോണാണോ പൊക്കിയത്? ഹലോ, നിങ്ങൾ എന്തൊരു പണിയാ കാണിച്ചത്? ആ നമ്പ്യാർ എന്താ പൊക്കാത്തത്? നമ്പ്യാരെ പൊക്കിയില്ല, പകരം വേറൊരാളെ പൊക്കി. നമ്പ്യാരുടെ മകളെ, അതായത് തന്റെ ഭാര്യയെ. അയ്യോ, എന്താ സാർ? രഞ്ജുവിനെ പൊക്കിയെന്ന്. ഇവിടെ താനെന്താണ് പറഞ്ഞത്? അത് തന്റെ മുതലാളിയാണെന്നല്ലേ? സ്വന്തം അമ്മായിയപ്പനെ പൊക്കിച്ചിട്ട് പണം തട്ടാനുള്ള പരിപാടിയാണല്ലേ? അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. അതെ, ഇനി പെണ്ണെ കിട്ടണമെങ്കിൽ 1 ലക്ഷം രൂപ തരണം, അല്ലെങ്കിൽ പെണ്ണിന്റെ ശവം പോലും കാണില്ല. അയ്യോ, 1 ലക്ഷം ചോദിക്കുന്നു. എന്റെ ഇത്രയും പൈസ ഒന്നുമില്ല. എന്നാ വേണ്ട, ഞങ്ങള് നമ്പ്യാരോട് വാങ്ങിച്ചോളാം. പിന്നൊരു കാര്യം, പോലീസിനെ മറ്റും അറിയിക്കാനാണ് ഭാവമെങ്കില് നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ല, പെണ്ണിന്റെ ശവൂരിക്കും കാണുക. അമ്മാവാ, നിക്ക്. നിന്നോടൊക്കെ ആരാ ഇതിനകത്ത് കിടക്കാൻ പറഞ്ഞേ? ഇവിടെ കയറി താമസിക്കാൻ വേണ്ടി വന്നൊന്നുമല്ല. സമൂഹത്തിൽ ഇത്തിരി നിലയും വിലയുള്ള ഒരുത്തനാ ഞാൻ. ഭാര്യ പിണങ്ങി പോയെന്ന് നാട്ടുകാരിറങ്ങാൻ എന്റെ നാണക്കേട് എനിക്കാ. നാണക്കേടാ? അങ്ങനെയൊന്നും ഉണ്ടോ നിനക്ക്? അതൊക്കെ ഓരോ പോക്കിരിത്തരങ്ങൾ കാണിച്ചു കൂട്ടുമ്പോ ആലോചിക്കണമായിരുന്നു. ഒരു പോക്കൃത്തരവും ഞാൻ കാണിച്ചിട്ടില്ല. രഞ്ജു എന്റെ ഭാര്യയാണ്. ഞാൻ വിളിച്ചാൽ അവൾ വരുമെങ്കിൽ അവളെ ഞാൻ കൊണ്ടുപോകും. നിന്റെ മുഖം പോലെ അവൾക്ക് കാണണ്ടാ പറഞ്ഞേ. അത് അവള് പറയട്ടെ. അവള് മുഖത്ത് നോക്കി പറഞ്ഞാൽ നീ പോവോ? അവള് മുഖത്ത് നോക്കി പറഞ്ഞാൽ ഞാൻ പോകും. എന്നാ ഞാൻ പറയിപ്പിക്കാം. രഞ്ജു, രഞ്ജു, മോളെ രഞ്ജു, 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 രഞ്ജു മോളെ, രഞ്ജു. അവളിത് എവിടെ പോയി? കുളിക്കേ. ഇത്ര രാവിലെ അവള് കുളിക്കത്തില്ല. ഞാൻ പറയാം, അവള് ചായ ഉണ്ടാക്കുമായിരിക്കും. അടുക്കളയെ കാണും. കിറ്റു, അടുക്കളയിൽ അവളെ ഇങ്ങോട്ട് വിളി. ഇപ്പൊ വരും. ചേച്ചി, രഞ്ജു ചേച്ചി, രഞ്ജു ചേച്ചി അവിടെയെങ്കില്ല. അവിടെ ഇല്ലേ? ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും. ഞാൻ വിളിച്ചോണ്ട് വരാം. വേണ്ട, നീ അങ്ങോട്ട് വരണ്ട, ഞാൻ പോയി നോക്കിട്ട് വരാം. എന്നാ അമ്മ പോയി നോക്കിട്ട് വാ. രഞ്ജു, രഞ്ജു, ചേച്ചി, രഞ്ജു മോളെ, ഇതെന്തു പറ്റി? ഒരു യുദ്ധം നടന്ന പോലെ ഉണ്ടല്ലോ. അയ്യോ, ഇവിടെ എന്ത് സംഭവിച്ചു? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. കിഡ്നാപ്പിംഗ് നടന്ന പോലെ ഉണ്ട്. രഞ്ജു, മോളെ രഞ്ജു, 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 ചേച്ചി, ചേച്ചി, രഞ്ജു ഇവിടെ ഇല്ല. അമ്മാവ സത്യം പറ, എന്റെ രഞ്ജുവിന് എന്ത് പറ്റി? അവൾക്ക് എന്ത് പറ്റേ? ഞാൻ പറയാം. എന്നെ ഉപേക്ഷിക്കാൻ അമ്മാവൻ നിർബന്ധിച്ചപ്പോൾ അവൾ വഴങ്ങിയില്ല. അങ്ങനെ നിങ്ങൾ തമ്മിൽ വഴക്കായി. സത്യം പറ, എന്റെ രഞ്ജുവിനെ നിങ്ങൾ എന്ത് ചെയ്തു? ഞാനൊന്നും ചെയ്തില്ല, എനിക്കൊന്നും അറിയൂല. ഈ മുറിയിലില്ല. ഇനി അവൾ വിളി കേൾക്കുമോ അമ്മാവ? മകളെ കൊന്ന അച്ഛൻ തൂക്കിക്കൊന്നു ഉറപ്പാ. ഹലോ, മിസ്റ്റർ നമ്പ്യാരല്ലേ? അല്ല. അതെ. മകളെ കാണാതെ വേവലാതിപ്പെടുന്നുണ്ടാവും. ഭയപ്പെടണ്ട, മകൾ ഞങ്ങളുടെ പക്കലുണ്ട്. നിങ്ങൾ ആരാ? മകളെ തട്ടിക്കൊണ്ടുപോയവർ ഏതായാലും പൂജാരിയോ പുരോഹിതരാവാൻ വഴിയില്ല. ഞങ്ങൾ പ്രൊഫഷണൽ കിഡ്നാപ്പേഴ്സാണ്. പെണ്ണിനെ കിട്ടണമെങ്കിൽ 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ കിട്ടണം. അല്ലെങ്കിൽ പെണ്ണിന്റെ ശവമായിരിക്കും കിട്ടുക. പണം ഞാൻ തരാം, എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടിയാ മതി. പണം എവിടെ എത്തിക്കണമെന്ന് പറ. അച്ഛനെ പണം തരാന്ന്. എവിടെ എത്രയൊന്ന്? സിറ്റി ടവർ, സിറ്റി ടവർ. ഹലോ, എവിടെ? സിറ്റി ടവർ. സിറ്റി ടവറിന് മുന്നിൽ കൃത്യം 9 മണിക്ക് പണവുമായി എത്തുക. ശരി. എന്താ അമ്മാവ, ആരാ വിളിച്ചത്? അയ്യോ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്റെ മോളെ ആരാ കിട്ടേ? അവരെ ഇപ്പൊ വിളിച്ച് 2 ലക്ഷം രൂപ കൊടുത്തവളെ തിരിച്ചു തരാം. 2 ലക്ഷം 1 ലക്ഷം എന്നല്ലേ പറഞ്ഞത്? 1 ലക്ഷം കൊടുക്കാനുള്ള പാടുള്ളൂ. 2 പറഞ്ഞാൽ 2 ലക്ഷം കൊടുക്കണ്ടേ? പഴയ കാലമാണോ? പഴയ കാലം എന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ട് പിന്നെ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. വാ, വല്ല സാറ് പോയി എല്ലാം കുഴയും. അമ്മാവൻ ആരാണെന്ന് അവന്മാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾ കൊണ്ട് കൊടുക്കാം, അമ്മാവൻ പൈസ തന്നാ മതി.
എന്റെ രഞ്ജുവിനെ രക്ഷിക്കുക അമ്മാവാ. കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അവർ ചിലപ്പോ കൊത്തികളയും. കാശ് ഞാൻ തരാം. വാ. സത്യം ശിവം സുന്ദരം. നിങ്ങൾ നിൽക്കുന്നതിന്റെ എതിർവശത്ത് ഞങ്ങളുണ്ട്. പണം കൊണ്ടുവന്നിട്ടുണ്ടോ? പണം കൊണ്ടുവന്നിട്ടുണ്ട്. രഞ്ജു എവിടെ? ആദ്യം പണം കാണട്ടെ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഓക്കെ? എന്താ ഇങ്ങോട്ട് വരാന്നു. രഞ്ജു എവിടെ? കുട്ടിയെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടില്ല. സേഫ് ആയിട്ട് സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ട്. പണം തന്നാൽ കുട്ടിയെ തരാം. രഞ്ജു എവിടെ എന്നാ ചോദിച്ചത്? അവളെ തന്നാലേ പണം തരും. ആഹാ, അന്ന പണം വേണ്ട, കുട്ടിയെ ആ എന്നാ നമുക്ക് പോവാം. ഐ അപ്പഴത്തെ പോവാന്ന്. ഇതെന്ത് മര്യാദയാണ്? പറഞ്ഞാലും മനസ്സിലാവൂലേ? നിങ്ങൾ പണം തന്നെ, ഞങ്ങൾ കുട്ടിയെ തരാം. ഇത് കുട്ടികളെയല്ല, ഞങ്ങൾ പോലീസിനെ വിളിക്കും. അറമാരെ കിഡ്നാപ്പിംഗ് ഞങ്ങളെ കൊലത്തൊഴില്ല. അതിലിട്ട് ഞങ്ങൾ അരിവിറക്കില്ല. പകൽ സമയത്ത് നടു റോട്ടിൽ വെച്ച് പാർട്ടി എക്സ്ചേഞ്ച് ചെയ്ത പല മണ്ട കിഡ്നാപ്പേഴ്സും ഇന്ന് അകത്താ. ആ പണിക്ക് നമ്മളെ കിട്ടില്ല. പോലീസ് അല്ല, പോലീസിന് ഞങ്ങൾ അറിയിച്ചിട്ടില്ല. അഭ്യാസം ഇറക്കിയാണല്ലേ. കുട്ടിയെ വേണമെങ്കിൽ പണം കിട്ടണം, ഞങ്ങൾ വിശ്വസിക്കാം. എന്നാ നമുക്ക് പോകാം. ഇതേ പോവാ, നീക്ക് ഇത് തന്നെ പരിപാടി. നിന്നെ തുറന്നു കാണിക്ക്. എന്തു പറ്റി? കൊടു. ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? എന്തോ ഞങ്ങൾ ഇനി എന്താ ചെയ്യണ്ടേന്ന്. എങ്ങനെ? ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്? ഫോളോ മീ, ഫോളോ മീ.